തൃശൂർ പൂങ്കുന്നം സീതാറാം ലൈനിൽ കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ വീട് അപകടാവസ്ഥയിൽ. മതിലിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്ന് വാർഡ് കൗൺസിലർ. തൃശൂരിൽ നിന്ന് കെ അഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു ശബ്ദത്തോടു കൂടി തന്നെ ഈ വീടിന് തൊട്ട് ചേർന്നുണ്ടായിരുന്ന മതിൽ കുളത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നത്. ഈ മതിൽ ഇടിഞ്ഞു വീഴുന്നതിനൊപ്പം തന്നെ ഈ തറയുടെ അടിയിലുണ്ടായിരുന്ന മണ്ണടക്കം ഇളകി പോകുന്നു. ഈ വീട് ഏത് സമയവും വീഴാവുന്ന ഒരു അപകടാവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്, അതായത് തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് അടക്കം ഏത് സമയത്തും ഈ കുളത്തിലേക്ക് വീഴാം എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വാർഡ് കൗൺസിലർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്തരം സംഭവിച്ചത്? ഇന്നലെ ഏകദേശം ഒരു 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഞാൻ അറിഞ്ഞത്. അതിഭീകരമായ ശബ്ദത്തോടുകൂടി ഇവിടെ ഏകദേശം 60-70 വർഷത്തോളം പഴക്കമുള്ള 8-9 അടി ഉയരമുള്ള കരിങ്കൽ മതിലാണ് കുളത്തിലേക്ക് പതിക്കുകയുണ്ടായത്. ഇതിനോടനുബന്ധിച്ചുള്ള റോഡും കുളത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മീഡിയയിൽ കാണുന്ന പോലെ ഇലക്ട്രിക് പോസ്റ്റ് വർഷം പഴക്കം പറയുമ്പോൾ എന്താണ് കാലപ്പഴക്കമാണോ? കാലപ്പഴക്കാണ് ഒരു കാരണം മെയിനായിട്ട് വരുന്നത്. അതിന് ഇപ്പോൾ 2009 ഇത് സീതാറാം മില്ലിന്റെ അധീനതയിലുള്ള കുളമാണ്. 2009 കോർപ്പറേഷൻ ഏകദേശം കുറച്ച് ഭാഗം ഇതിന്റെ നവീകരണം ഉണ്ടായി. നവീകരിക്കാത്ത ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം കൂടി അടിയന്തരമായി നവീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള വീടിന്റെ നിങ്ങൾക്ക് കണ്ടറിയാം, വീടിന്റെ ഒരു കോണി ഉൾപ്പെടെയുള്ള ഭാഗം കുളത്തിലാണ് നിൽക്കുന്നത്. കുളത്തിന്റെ വെള്ളം അതിനെ തറയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് മണ്ണൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വീടിന്റെ ഉടമസ്ഥൻ കൂടി ചേരുന്നുണ്ട്. ഇതിപ്പോ വലിയൊരു ആശങ്ക നൽകുന്നില്ലേ? അതെ, ഇന്നലെ 8 മണിക്കാണ് ഉണ്ടായത്. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നോട് വിളിച്ച് പറയുക ചെയ്താൽ അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ എങ്ങനെയാണ്, സ്റ്റേ കമ്പിയുടെ അപ്പുറത്തായിരുന്നു. സ്റ്റേ കമ്പി ഞങ്ങളുടെ അതിർത്തിയിലായിരുന്നു. ഇപ്പോൾ കുറേ ഒരു 5-5 അടി ഇതിലങ്ങോട്ട് ഗേറ്റ് അടക്കം പോയി, കുളത്തിലേക്ക് പോയി. അതെ, കടം മേടിച്ചിട്ടൊക്കെ ചെയ്തത്. എന്തായാലും ആ ഒരു മതിൽ തകർന്നു വീണതിൻ്റെ ഒരു ആശങ്ക തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ ഗേറ്റ് അടക്കം ഇപ്പോൾ ഇവിടെ ഒരു ഗേറ്റ്, മുൻപ് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഗേറ്റ് ഇപ്പോൾ കാണില്ല, അത് കുളത്തിന് അകത്താണുള്ളത്. എന്തായാലും വീട്ടുകാർ ഇടപെട്ട് ചെറിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ അടിയന്തരമായി ഇതിലൊരു പരിഹാരം, അതായത് ഈ മതിൽ പുനഃസ്ഥാപിച്ച്, കാലപ്പഴക്കം ചെന്നതാണ് വീഴാനുള്ള കാരണമെങ്കിലും അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടി അടിയന്തരം ഉണ്ടാവണമെന്നൊരു ആവശ്യം തന്നെയാണ് കൗൺസിലർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും പറയാനുള്ളത്.